ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു കോക്ടെയിൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇത് കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയും. പക്ഷേ ഈ കോക്ടെയിലിൻ്റെ അകത്ത് ആൽക്കഹോൾ ഒന്നും ഇല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആട്ടോ. അത് ഏകദേശം ഒരു 1.5 ക്യാരറ്റോളം ഉണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. കപ്പങ്ങ, പഴുത്ത കപ്പങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കാണ്. ഈ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തവർക്ക് പഞ്ചസാരയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ക്യാരറ്റിൻ്റെയും കപ്പങ്ങയുടെയും അളവനുസരിച്ചിട്ടാട്ടോ നമ്മൾ പാലെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിൻ്റെ ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നു. ഇവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് റെഡ് കളറുണ്ട്, അതുകൂടാതെ ഗ്രീൻ കളറുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഉണക്കമുന്തിരി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുവാണേ. ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? അതുപോലെ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് സോഫ്റ്റായി പോവും. അപ്പോൾ വലിയ ടേസ്റ്റ് കാണില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ഫീലിംഗ് ആണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.